ഹായ് ഓൾ. അപ്പോൾ നമുക്ക് HSST കോമേഴ്സ് എക്സാം ഇങ്ങടുത്ത് എത്തിയിരിക്കുകയാണ് അല്ലേ? ജൂൺ 30-ാം തീയതിയാണ് നമുക്ക് HSST കോമേഴ്സ് എക്സാം. അപ്പോൾ അങ്ങനെ ജൂൺ മാസത്തിൽ ആദ്യത്തെ ആഴ്ച കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് വെറും 3 ആഴ്ച മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 3 ആഴ്ച നമ്മൾ എങ്ങനെ വിനിയോഗിക്കണം എന്നതിനെക്കുറിച്ചുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 ആഴ്ച എന്ന് പറയുമ്പം നിങ്ങൾ പഠിച്ച് കഴിയാത്ത ഒരുപാട് സബ്ജക്റ്റുകൾ നിങ്ങളുടെ മുന്നിലുണ്ടാവും. എല്ലാവർക്കും എല്ലാ സബ്ജക്റ്റും കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് ഒരു എക്സാമും എഴുതാൻ സാധിക്കില്ല. സിലബസ് കംപ്ലീറ്റ് ആയി പഠിച്ച് നമുക്കൊരു സബ്ജക്റ്റും വിടാതെ പഠിച്ച് എക്സാം എഴുതുക എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ഭാഗങ്ങൾ വിട്ടുപോയവരും പഠിക്കാത്തവരും ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവർ ഒട്ടും നിരാശപ്പെടാതെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ നന്നായി റിവൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് തീർച്ചയായിട്ടും വിജയം നേടാൻ സാധിക്കും. ഈ റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പെട്ട പല ആളുകളോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഈ സിലബസ് കംപ്ലീറ്റ് ആയി പഠിച്ച് ഒരു ഭാഗം പോലും വിടാതെ പഠിച്ചെഴുതിയവരൊന്നും ആയിരിക്കില്ല. കുറച്ച് കാര്യങ്ങളെല്ലാം വിട്ടിട്ട് തന്നെയായിരിക്കും എല്ലാവരും റാങ്ക് ലിസ്റ്റിലൊക്കെ ഇടം നേടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം ഇനിയുള്ള സമയത്ത്, ഇനിയുള്ള 3 ആഴ്ചയ്ക്ക് നന്നായിട്ട് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. പഠിച്ച കാര്യം നമ്മൾ മനസ്സിൽ ഉറപ്പിക്കാതെ പുതിയ കാര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. ഡ്രീം ഷോർ PSC എന്ന നമ്മുടെ ചാനലിൽ നമ്മൾ HSST കോമേഴ്സിന് സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മളെല്ലാ സബ്ജക്റ്റിൻ്റെയും ക്ലാസ്സുകൾ, നമ്മളതുപോലെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്, ആദ്യം നമ്മൾ എക്സ്പ്ലനേഷനുള്ള ക്ലാസ്സുകളായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ ഓരോ സബ്ജക്റ്റിൻ്റെയും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ പോയി കാണുക, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ലാസ്സുകളെല്ലാം കേട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ്, ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇനിയുള്ള സമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയമാണ്. കാരണം നമുക്ക് 3 ആഴ്ച മാത്രമേ മുൻപിലുള്ളൂ. ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നവരും ഒക്കെ ആയിരിക്കും. അധ്യാപകരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അധ്യാപകരെന്ന് പറയുമ്പോൾ നമുക്കറിയാം, രാവിലെ മുതൽ വൈകുന്നേരം ആകുമ്പോഴേ അവർക്ക് വീടെത്താൻ പറ്റുള്ളൂ, പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സമയം, കിട്ടുന്ന സമയം മാക്സിമം നിങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഉപയോഗിക്കാം. തീർച്ചയായിട്ടും ഈ ഒരു എക്സാം നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ എഴുതാനും അതുപോലെ തന്നെ വിജയിക്കാനും സാധിക്കും. ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നല്ല കോൺഫിഡൻസ്